ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം യൂട്യൂബിലൂടെ നിങ്ങളുമായിട്ട് എൻ്റെ ചിന്തകളെ, ആലോചനകളെ പങ്കിടുവാൻ, കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ചിരിക്കുന്ന സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നമുക്കൊരു ചെറിയ വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നാട്ടിലായിരുന്നപ്പോൾ സ്തോത്രം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ഉപവാസ പ്രാർത്ഥനയിൽ കുറച്ച് സമയം വചനം പങ്കിടുവാനായിട്ട് എനിക്കൊരു ക്ഷണം ലഭിച്ചപ്പോൾ അന്ന് പ്രഭാതത്തിൽ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ തന്ന ഒരു ചിന്തയാണ് ഞാനത് പങ്കുവച്ചത്. ആ ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ആസ്പദമായ വാക്യത്തിലേക്ക് കടന്നു വരാം. യെഹെസ്കേലിന്റെ പ്രവചനം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. അതിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കർത്താവ് യെഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുന്നത്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത്: ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. അപ്പോൾ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നത്: മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? സ്തോത്രം. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുമാറാക്കുന്ന ദൈവം. സ്തോത്രം. നമുക്ക് ഈ ഭാഗത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ഇത് ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവാചകന്റെ അരുളപ്പാടാണ്. ഇസ്രായേലിനെ കുറിച്ച് ദൈവമായ യഹോവ പ്രവാചകനിലൂടെ തരുന്ന ഒരു അരുളപ്പാടാണ് ഈ ഭാഗത്തിന് പശ്ചാത്തലം എന്ന് പറയുന്നത്. ഉണങ്ങിയ അസ്ഥിയുടെ, ചിതറിക്കപ്പെട്ട അസ്ഥിയുടെ അവസ്ഥയിലായിരിക്കുന്ന ഇസ്രായേൽ ജനം ജീവൻ വെച്ച്, യഹോവയുടെ ശക്തിയാൽ ജീവൻ വെച്ച് അവർ ഒരു മഹാസൈന്യമായി തീരുന്ന അന്ത്യകാലത്തേക്കുള്ള ഒരു പ്രവചനമാണ് 37-ാം അധ്യായത്തിൽ, യെഹെസ്കേൽ 37-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ ഒരു വാക്യം ആ അധ്യായത്തിൽ നിന്ന് അടർത്തിയെടുത്ത് നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ച് മാത്രമുള്ള ഒരു പ്രവചനമായി ഇത് ഒതുങ്ങാതെ എല്ലാ മാനവജാതിയെക്കുറിച്ചും, ദൈവത്തിന്റെ സൃഷ്ടിയായ എല്ലാ മാനവജാതിയെക്കുറിച്ചും കർത്താവിന്റെ ഉള്ളത്തിൽ ഉള്ള ഒരു ആഗ്രഹമായിട്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ ഉണങ്ങിയ അവസ്ഥയിലാണെങ്കിൽ, ഉണങ്ങി ചിതറിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ, ജീവനില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, നിരാശപ്പെട്ട് വിഷമിച്ച് പങ്കപ്പാട് അനുഭവിച്ച് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ വചനം ജീവൻ നൽകുന്ന വചനമാണ്. നമ്മുടെ ദൈവം ജീവനാണ്. നമ്മുടെ ദൈവം ജീവൻ നൽകുന്നവനാണ്. ഇപ്രകാരമാണ് പ്രവാചകനോട് കർത്താവ്: മനുഷ്യപുത്ര, നീ ഉണങ്ങിയ അസ്ഥികളോട് ഇപ്രകാരം പ്രവചിക്കുക: ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. നമുക്ക് വ്യക്തമായിട്ടറിയാം, നാം ഭാരപ്പെട്ട്, പ്രയാസപ്പെട്ട്, നുറുക്കപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊന്നും കേൾക്കുവാൻ നമുക്ക് ആഗ്രഹമില്ല. ഒരു പാട്ട് കേൾക്കുവാനോ, ഒരു പ്രസംഗം കേൾക്കുവാനോ, അല്ലെ ഒരു സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുവാനോ നമുക്ക് പ്രയാസമാണത്. വേറൊരാൾ നമ്മുടെ ആ സമയങ്ങളിൽ സംസാരിക്കുന്നത് നമുക്ക് പ്രയാസമാണ്. നാം പറയും, എന്നെ വിട്ടത്, ഞാൻ ഇങ്ങനെ ഒന്ന് കുറച്ചു നേരം ഇരുന്നു കൊള്ളട്ടെ, എന്നിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാം. പക്ഷെ കർത്താവിന്റെ വചനത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളുടെ ഏത് ഉണങ്ങിയ തകർക്കപ്പെട്ട അവസ്ഥയിലും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നമ്മെ ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ശക്തമായ ഒന്നാണ് കർത്താവിന്റെ വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്, അത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പ്രവാചകനോട് പറയുന്നത്: ഈ ഉണങ്ങിയ അസ്ഥികളോട് നീ പ്രവചിക്കുക.
യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് അവയോട് അരുളി ചെയ്യുക. ഈ വാക്യത്തിൽ, ഈ അധ്യായത്തിൽ മുൻപോട്ട് വരുമ്പോൾ നമുക്കറിയാം, കർത്താവ് പറഞ്ഞതുപോലെ പ്രവാചകൻ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുന്നു, 4 ദിക്കിലുമുള്ള കാറ്റിനോട് പ്രവചിക്കുന്നു, ഉണങ്ങിയ അസ്ഥികളിന്മേൽ ഞരമ്പ് കളിച്ചു വരുന്നു, മാംസം വെച്ച് പിടിപ്പിക്കപ്പെടുന്നു, ത്വക്ക് ഉണ്ടാകുന്നു. 4 ഭാഗത്തു നിന്നുമുള്ള കാറ്റുകളോട് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ആ കാറ്റുകൾ ഇവരുടെ മേൽ ഊതുന്നു. ഇവർ ജീവനുള്ള ശക്തിയുള്ള ഒരു വലിയ സൈന്യമായിട്ട് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് അവർ പോകുന്നതായിട്ട്, അവർ യുദ്ധത്തിനായി പോകുന്നതായിട്ട് നാം കാണുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഏത് അവസ്ഥയിലും, ഏത് തകർക്കപ്പെട്ട, ഏത് വിഷമഘട്ടത്തിലുള്ള അവസ്ഥയിലും, നമ്മുടെ ജീവിത പാതയിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലും ഒരു കാര്യം വ്യക്തമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കുമെങ്കിൽ, കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഒരു നിമിഷം നമ്മുടെ കാതുകളെ വിട്ടുകൊടുക്കുമെങ്കിൽ, കർത്താവിന്റെ വചനം ധ്യാനിക്കുവാനായിട്ട് ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ സജ്ജമാക്കുമെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഏത് ഉണങ്ങിയ മൃതമായ ജീവനില്ലാത്ത അവസ്ഥയിലും നിങ്ങളിൽ ജീവൻ ഉണ്ടാക്കുവാൻ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാംസം പിടിപ്പിക്കുവാൻ, നിങ്ങളുടെ ആ അവസ്ഥയിൽ ഞരമ്പുകൾ വളർന്നു വരുവാൻ, നിങ്ങളുടെ ആ അവസ്ഥയിൽ ജീവൻ ഊതി നിങ്ങൾ ജീവൻ വെക്കുവാനായിട്ട്, നിങ്ങൾ ആ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽക്കുവാൻ, നിങ്ങളൊരു സിംഹത്തെ പോലെ സടകുടഞ്ഞ് എഴുന്നേൽക്കുവാൻ തക്ക ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഓർത്തുകൊള്ളുക, ഏത് അവസ്ഥയിലും ഏത് പ്രയാസത്തിലും നിങ്ങൾക്ക് ശക്തി നൽകുന്നതും ജീവൻ നൽകുന്നതും ഓജസ് നൽകുന്നതുമായ വചനമാണ് കർത്താവിന്റെ വചനം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടാതെ, നിരാശപ്പെടാതെ, വിഷമിക്കാതെ നിങ്ങൾ കർത്താവിന്റെ വചനത്തിന് ചെവി കൊടുക്കുമെങ്കിൽ, സ്തോത്രം, നിങ്ങളുടെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.